ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് 5.25 ലെങ്ത്തും 5.25 ലെങ്ത്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് അടക്കമാണ്, വിഡ്ത്ത് 2.25. അപ്പോൾ അതിൽ നമ്മളൊരു ബോക്സ് വരച്ചിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് നെക്കിൽ നിന്ന് 2.5 ഇഞ്ച് വീതം റൗണ്ടിൽ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലാണ് നമ്മളത് കാണുന്നത്. നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിടാം ഇതിൻ്റെ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ നല്ല ഭാഗത്ത് ഈ ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലേസ് നമ്മൾ അല്ലെങ്കിൽ പൈപ്പിംഗ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്ത് ലേസിൻ്റെ ചീത്ത ഭാഗം മുകളിലോട്ട് കാണുന്ന രീതിയിൽ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് സെൻറ്റർ കണക്കാക്കി മടക്കിയതിന് ശേഷം നമ്മൾ തയ്ക്കാനുള്ള മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് 2 നെക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അടുത്ത നമ്മൾ ഈ ഡിസൈന് നമ്മൾ നൈറ്റിയിൽ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നൈറ്റിയുടെ ചീത്ത ഭാഗത്താണ് നമ്മൾ ആദ്യം തന്നെ തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ ചീത്ത ഭാഗമാണ് നമ്മൾ മുകളിലോട്ടായിട്ട് വെക്കേണ്ടത്. 4 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ തയ്ച്ചെടുക്കുക. തയ്യൽ തുമ്പിട്ട് നമ്മളത് തയ്ച്ചെടുക്കണം. ഇനി തിരിച്ചിടാൻ എളുപ്പത്തിൽ നമുക്കിത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അടുത്തത് നമ്മളത് ചീത്ത ഭാഗത്തുനിന്ന് നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്തതിന് ശേഷം നമ്മളത് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ലേസ് അന്നേരം നമ്മൾ അതിൻ്റെ ചീത്ത ഭാഗമാണ് കാണുന്നത്. പക്ഷേ ലേസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് തയ്ച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മളത് നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യുക. നെക്കിൻ്റെ ഭാഗം നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ലേസ് ഉള്ളോട്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബോർഡർ മാത്രം പുറത്താക്കി നമ്മൾ ആ സൈഡിൽ കൂടിയും പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് 4 ഇഞ്ച് ഡിഫറൻസിൽ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു 4 ഇഞ്ച് ഡിഫറൻസ്. അപ്പോൾ അത് നമ്മൾ റൗണ്ടിൽ ഒന്നുകിൽ വരച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നമുക്ക് സ്റ്റിച്ച് കറക്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് കറക്റ്റാക്കിയാൽ മതി. ഇനി നമുക്ക് ആ ഫുള്ള് 4 ഇഞ്ച് ഡിഫറൻസിൽ മൊത്തം റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത്. 4 ഇഞ്ച് ഡിഫറൻസിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നമുക്ക് ചെറിയൊരു ഒരു ബട്ടണൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്, നൈറ്റിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറിയൊരു ക്രോസ് പീസ് എടുത്തിട്ട് ഈ രീതിയിൽ തയ്ച്ച് മറിച്ചിട്ട് അങ്ങനെയാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ നമുക്ക് ചെറിയൊരു ബട്ടൺ വെക്കുക. ഷോ ബട്ടൺ വേണേൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഷർട്ടിൻ്റെ ഒക്കെ ബട്ടൺ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടണാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്ക് വരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.